രാത്രിയിൽ ഈ സംഗീത സാന്ദ്രമായ ഒരു സമയം നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന നല്ല ഗാനങ്ങൾ കേൾക്കാൻ, ദൈവവചനം ശ്രവിക്കാൻ, ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ ലഭിച്ച നല്ല അവസരത്തിനായിട്ട് കർത്താവിന് മഹത്വം കരയറ്റുകയാണ്. ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ സാബു പാസ്റ്റർ, അദ്ദേഹം എൻ്റെ സ്ഥലത്ത് നിന്ന് വളരെ വർഷങ്ങളായിട്ട് ഇവിടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദൈവഭൃത്യനാണ്. അദ്ദേഹത്തെ കുടുംബമായിട്ട് ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. പ്രത്യേകാൽ ഞാൻ ഈ മീറ്റിങ്ങിന് വരുവാൻ പ്രധാന കാരണക്കാരനായി തീർന്ന പ്രിയ ബെൻസി, പ്രിയ അനിത, പ്രിയപ്പെട്ടവരെൻ്റെ ഒരു റിലേഷൻ, ഒപ്പം എൻ്റെ സ്നേഹിതർ, അങ്ങനെ അവരുമുള്ളിൽ ലഭിച്ച ഇങ്ങനൊരു അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള രണ്ട് സഹോദരങ്ങൾ ഇവിടെയുണ്ട്. അവരെല്ലാവരെയും ഓർക്കുന്നു. എല്ലാവരും മുഖപരിചയമുള്ള പലരും ഇവിടെയുണ്ട്. കെല്ലി, ഫിലിപ്പ്, പ്രിയ ജെയ്സി, അവർ കുടുംബമായിട്ട് ഇന്ന് ഈ മീറ്റിങ്ങിലുണ്ട്. പ്രത്യേകാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ ടിബിൻ, എനിക്ക് വളരെ പ്രിയനും എൻ്റെ കുഞ്ഞനുജനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന പ്രിയ പൈതലാണ്. അങ്ങനെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു ചെറിയ ചിന്ത ഒരുമിച്ച് പങ്കുവെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം നമുക്ക് വായിക്കാം. സമയം നമുക്ക് കുറവായതുകൊണ്ട് ഞാൻ ആ വാക്യം വായിക്കുകയാണ്. കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നു: ശിമോനെ, നീ ഇവരിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു? നമ്മളിങ്ങനെ പാടുന്ന ഗാനങ്ങളിലെല്ലാം കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ ഒരു കാര്യം ഒന്ന് പറഞ്ഞു തുടങ്ങട്ടെ. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ യോഹന്നാനെ പോലെ അവതരിപ്പിച്ച ഒരു എഴുത്തുകാരനില്ല. കർത്താവിൻ്റെ മാർവോട് ചേർന്നിരുന്ന, കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ചൂടറിഞ്ഞ, നെഞ്ചിൻ്റെ താളമറിഞ്ഞ, യേശുവിൻ്റെ സ്നേഹം എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരു ഭക്തൻ. പകരക്കാരനില്ല, സമാനതകളില്ലായിരുന്നു ആ മനുഷ്യൻ. അദ്ദേഹം യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ, എഴുതാൻ ഒക്കെ ശ്രമിച്ചിട്ട് നടന്നില്ല. പിന്നെ അവസാനം ഇങ്ങനെ എഴുതി വെച്ചു യോഹന്നാൻ്റെ ലേഖനത്തിൽ: ഇത്ര വലിയ സ്നേഹം, ബട്ട് ഇൻക്രെഡിബിൾ ലവ് എന്ന് പറഞ്ഞു, അവിശ്വസനീയമായ സ്നേഹം. യോഹന്നാൻ്റെ ഒരു പ്രത്യേകത എന്നറിയാം. ബൈബിൾ പഠിക്കുമ്പോൾ സുവിശേഷങ്ങൾ എഴുതിയവരുണ്ട്, ലേഖനങ്ങൾ എഴുതിയവരുണ്ട്, പ്രവചനം എഴുതിയവരുണ്ട്. പക്ഷേ സുവിശേഷവും ലേഖനവും പ്രവചനവും എഴുതാൻ ഭാഗ്യം ലഭിച്ചത് യോഹന്നാനേ ഉള്ളൂ. അതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. ചിലർ 3 പുസ്തകം എഴുതാം, 30 എഴുതാം, 300 എഴുതാം, അതിനകത്തൊന്നും വലിയ കാര്യമില്ല. പക്ഷേ യോഹന്നാനെ സംബന്ധിക്കേണ്ട ഒരു കാര്യം, ഇത് 3ഉം കൂടെ ചേർത്ത് 50 അധ്യായം എഴുതിയപ്പോഴും ഒറ്റ പ്രമേയം എഴുതിയുള്ളൂ, അത് യേശുവായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, ഒരു എഴുത്തുകാരൻ്റെ 10 പുസ്തകം നിങ്ങൾ എടുക്കുമ്പം ആ 10 പുസ്തകത്തിലും പ്രമേയം ഒന്നാണേലോ ബോറടിക്കും, 6 ബോറാ. പക്ഷേ ഈ 50 ചാപ്റ്റർ എഴുതിയപ്പോഴും ബോറടിപ്പിച്ചില്ല. കാര്യം എന്താണെന്നറിയാം? ബോറടിക്കാത്തൊരു പ്രമേയം ഉണ്ടെങ്കിൽ അത് യേശുവാണ്. ഈ മലയാളത്തിൽ ഒരു പ്രസിദ്ധ സാഹിത്യകാരനുണ്ടായിരുന്നു, അതിൻ്റെ പേര് KP കേശവമേനായിരുന്നു, മരിച്ചുപോയി. നല്ലൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, യേശുദേവൻ എന്നാണ്. പുള്ളി രക്ഷിക്കപ്പെട്ട ആളൊന്നുമല്ല. പക്ഷെ അതിനെക്കുറിച്ച് ഇങ്ങനെ പല ആൾക്കാരും നിരൂപണമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ പുള്ളി തന്നെ പറഞ്ഞേക്കുന്നൊരു നിരൂപണം ഞാൻ പറയാം. ഈ പുസ്തകം ഞാൻ എഴുതാൻ ആഗ്രഹിച്ചല്ല, പക്ഷെ പുസ്തകം അങ്ങോട്ട് എഴുതി തുടങ്ങിയപ്പോഴേക്ക്, യേശുവിനെ കുറിച്ച് എഴുതാൻ തുടങ്ങിയപ്പോഴത്തേന് കണ്ണ് നിറയായിരുന്നു, കൈ വിറയ്ക്കായിരുന്നു, എൻ്റെ കണ്ടമിടറുകായിരുന്നു. ചില സമയത്ത് അക്ഷരം പോലും കാണാൻ പറ്റുന്നില്ല. ആ രീതിയിലാണ് ഞാൻ എഴുതി തീർത്തത്. എനിക്കൊരു കാര്യം മനസ്സിലായി, എന്തോ വ്യത്യസ്തത, നിസ്തുല്യത ക്രിസ്തുവിനുണ്ട്. എന്നിട്ട് പറഞ്ഞത്, ഇനി ഒരു പുസ്തകവും കൂടെ എഴുതാൻ എനിക്ക് അവസരമുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ഞാൻ എഴുതുന്നത് യേശുവിനെ കുറിച്ചായിരിക്കും. പറഞ്ഞത് രക്ഷിക്കപ്പെട്ട ആളല്ല, ദൂരെ നിന്ന് യേശുവിനെ കണ്ടറിഞ്ഞൊരു മനുഷ്യൻ പറയുകയാണ്, യേശുവിനെ കമ്പയർ ചെയ്യാൻ വേറൊരു വ്യക്തി ഇല്ല. അപ്പൊ ചോദിച്ചോട്ടെ, യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അനുഭവിച്ചറിഞ്ഞവർക്ക് കർത്താവിനെ മടുക്കുവോ? സാബു പാസ്റ്റർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഈ യോഗം ഇപ്പോൾ ചെന്ന് ചോദിക്കരുത്, യോഗം കഴിയുമ്പോൾ ചെന്ന് ചോദിക്കണം എത്ര പ്രസംഗം നടത്തി. എൻ്റെ കണക്ക് എനിക്ക് തോന്നുന്നു ഒരു 10,000-3000 നടത്തിയിട്ടുണ്ടാവും, ഏറ്റവും കുറവാണ്. അടുത്ത ചോദ്യം ചോദിക്കണം, മടുത്തോ പാസ്റ്ററെ? മടുക്കില്ല.
എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷേ എനിക്ക് ഒരു ദിവസം പ്രസംഗിച്ചില്ല പ്രശ്നം. പാട്ട് പാടുന്നവരോട് ചോദിച്ചു, ടിബിനോട് ചോദിച്ചു, പാടി തുടങ്ങിയതേ ഉള്ളൂ. പക്ഷെ ഓരോ ദിവസം പാടും തോറും ആവേശമാണ്. അല്ല, നിങ്ങളോട് ചോദിച്ചോട്ടെ, സ്തോത്രം പറഞ്ഞു മടുത്തോ? കൈയടിച്ചു മടുത്തോ? ആരാധിച്ചു മടുത്തോ? കുഴയില്ല. കാര്യം ഒരിക്കലും മടുക്കാത്ത ഒരു നാമമാണ് യേശുവിൻ്റെ നാമം. ഈ രംഗം നമ്മൾ ആ ഭാവനയിലൊന്ന് കാണണം. വളരെ കുറച്ച് സമയം എനിക്കുള്ളൂ, അപ്പം എൻ്റെ കൂടെ ഒന്ന് വരണം. ഈ ഗലീല കടൽപ്പുറം അല്ലെങ്കിൽ തിബരിയാസ് കടൽപ്പുറം യേശുവിന് പരിചയമില്ലാത്ത നാടൊന്നുമല്ല. അവിടെ യേശു ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ളവനാണ്. കുരുടന് കാഴ്ച കൊടുത്തതും ചെകിടനെ കേൾക്കുമാറാക്കിയതും അത്ഭുതങ്ങൾ ചെയ്തതും ആദ്യത്തെ അത്ഭുതം നടത്തിയതും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതും എല്ലാം ഗലീലയെന്ന്. പക്ഷെ ഉയർപ്പിന് ശേഷം യേശു ഗലീലയിൽ ആ കടൽപ്പുറത്തൂടെ നടന്നു വരിക. ആ വരവ് എന്താണെന്നറിയാമോ? അതാണ് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം. സ്നേഹിച്ചതിന് പകരം സ്നേഹിച്ചവനെ തേടിപ്പോവല്ല. ഏറ്റവും നിർണായകമായ സമയത്ത് കൂടെ നിന്നവർക്ക് വേണ്ടി പോവല്ല. യേശുവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ തേടിപ്പോവല്ല. ഏറ്റവും നിർണായകമായ സമയത്ത് മരണത്തിന് വേണ്ടി ഒരു കൂസലുമില്ലാതെ ഏൽപ്പിച്ചു കൊടുത്ത് അവനെ വിട്ട് ഓടിയവരെ തേടി യേശു വരിക. ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ കാര്യം പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയാമോ? ശത്രുവായ എന്നെ സ്നേഹിച്ചത്. അങ്ങനെ വന്ന് പത്രോസിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ഒറ്റ ചോദ്യം, എന്നോട് ഇഷ്ടമുണ്ടോ? അപ്പം പുള്ളിയുടെ പരിപാടി എന്താ പറഞ്ഞാലും ചാടിക്കറി പറഞ്ഞോളെ. പുള്ളി പറഞ്ഞു, ഞങ്ങളുടെ ചെറുപ്പക്കാരുടെ ഭാഷ പറയും, ചങ്കല്ലേ എനിക്ക്, എന്നാ സ്നേഹമെന്നറിയോ? പിന്നെ ചോദിച്ചു, ശരിക്കും സ്നേഹമുണ്ടോ? അപ്പോൾ ഉള്ളൊന്ന് കിടുങ്ങി. എന്നാലും മുഖത്ത് നോക്കിയിട്ട് ഒരു ലജ്ജയില്ലാതെ പറയാണ്, തള്ളി പറഞ്ഞിട്ട് നിൽക്കുകയാണ് പുള്ളി. എന്നിട്ട് പറയാണ് സ്നേഹമാണ്. കർത്താവ് ചോദിച്ചു, ശരിക്കും സ്നേഹമുണ്ടോ? അന്നേരം മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, നിനക്കറിയാം, നമുക്ക് ഈ അതരവനക്കിയൊക്കെ സ്നേഹം പ്രകടിപ്പിക്കാം, പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ അളവ് കൃത്യമായി അറിയുന്നത് കർത്താവ്. എന്നാൽ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഇവർ തമ്മിലുള്ള ഒരു ബന്ധം ഒന്ന് ചിന്തിക്കായിരുന്നേ. കർത്താവ് ഇവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു ഞാൻ പറഞ്ഞുതരാം. ഇവരാരായിരുന്നു? ഇവരാരും അല്ലായിരുന്നു, വട്ടപൂജ്യം. ഇവരുടെ ചരിത്രം ഞാനിങ്ങനെ പറയാം. സീറോയിൽ നിന്നും ഹീറോയാക്കിയ ജീവിത കഥയാണ്. സ്കൂളിന്റെ വരാന്ത കണ്ടിട്ടില്ല, മീനാറ്റമുണ്ട്, വല, വള്ളം, അപ്പൻ, പടക്, കടല്, അതിനപ്പുറം ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പം സംസ്കാരത്തിൽ എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം കർത്താവ് ഉയർത്തി. പിന്നോ തീർന്നില്ല. ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളല്ലാതെ അഭിമാനിക്കാനല്ലാതെ ഒന്നും കർത്താവ് ചെയ്തിട്ടില്ല. ആ യാത്ര ഒരു സ്വപ്ന സമാനമായ യാത്രയായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത എന്നറിയോ? ചുമ്മാതെ കൂടെ കൊണ്ട് കിടക്കുമല്ലെന്നേ. എന്തൊക്കെ അത്ഭുതങ്ങളെ കാണുന്നേ. കുരുടൻ കാണുന്നു, ചെകിടൻ കേൾക്കുന്നു, മുടന്തൻ നടക്കുന്നു, കുഷ്ഠരോഗം ശുദ്ധമാകുന്നു, ആ തേജസ്കരിക്കപ്പെടുന്ന കാഴ്ച, ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം. കാണുക മാത്രമാണോ ചെയ്യാൻ? പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ കണ്ടോണ്ടിരിക്കണ്ട, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗത്തിലും അടിച്ചിരിക്കും. അതുപോലെ അധികാരവും ശക്തിയും. തിരിച്ച് കർത്താവിനോട് എന്തോ ചെയ്തു? കർത്താവ് പറഞ്ഞു, ഓൾനൈറ്റ് ഒന്നും വേണ്ട, 1 മണിക്കൂർ ഒന്നുണർന്നിരുന്ന് പ്രാർത്ഥിക്കാവോ? ശത്രു വാതുക്കലായിട്ടിരിക്കുകയാണ്. 1 മണിക്കൂർ പറ്റുന്നില്ല, ഉറക്കം തൂങ്ങുക. ഏറ്റവും നിർണായകമായ സമയത്ത് കർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന കർത്താവ് കൂടെയുള്ള സമയത്ത് കർത്താവിനോട് പറഞ്ഞു, വേണമെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ജയിലിലാവും, വേണമെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ചാവും. പക്ഷെ പുള്ളി ആദ്യം ഓടിയത്. ഇപ്പൊ പിന്മാറ്റത്ത് ചെന്നിരിക്കുകയാണ്. എന്താ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, എന്നിട്ടും കൈവിട്ടോ? ഞാൻ ഈ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ അനുഭവമാണെങ്കിൽ എനിക്കൊരു സ്വതന്ത്രം പറയുന്നതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ചിന്തിക്കുക, ഇത് പാസ്റ്റർ, ഇത് പത്രോസിൻ്റെ കാര്യം തന്നെ ഇവിടെ പറയുന്നത്. പത്രോസിൻ്റെ കാര്യമൊന്നുമല്ല, നമ്മുടെ കാര്യമാണ്. മീനാറ്റം ഇല്ലായിരുന്നേ ഉള്ളൂ. പാപത്തിൻ്റെ ചേറ്റി കിടന്ന് ആർക്കും വേണ്ടായിരുന്നു, ഒരു മാന്യതയില്ലായിരുന്നു. ചുമ്മാതെ പൊങ്ങച്ചം പറയുകയാണ്. വട്ടപൂജയായ നമ്മളെ പൊക്കിയെടുത്ത ജീവിത കഥയാണ് എൻ്റെത്. ഇനി നമ്മൾ കണ്ട പോലുള്ള ദൈവപ്രവൃത്തി ആരെങ്കിലും കണ്ടവരുണ്ടോ? ഉണ്ടോ? നമ്മൾ കണ്ട പോലെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാനിപ്പോൾ ഈ ഒരു 2 മാസം മുമ്പ് കോതമംഗലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ട്? ഒരു 100-300 പേരുണ്ടായി യോഗത്തിന്. ഒരു കുട്ടി കൈവക്കി. 300 പേരുള്ളതിനകത്ത്. അത് വലിയ അത്ഭുതമൊന്നുമല്ലല്ലോ. ഞാൻ മുമ്പോട്ട് വിളിച്ചു.
പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം ഞാനൊരു യോഗത്തിന് പോകുമ്പം എനിക്കൊരു കോള്. എന്നോട് പറഞ്ഞു, അച്ചാച്ച എന്നെ മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ല. മെനഞ്ഞാന്ന് അച്ഛൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഒരാളായിട്ട് കൈവക്കില്ലേ, ആ ആളാണ്. ഞാൻ എന്താ മോളെ വിളിച്ചേ? എന്നോട് പറഞ്ഞേ, അതുവരെ വളരെ തന്മയത്വത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് 24 വയസ്സാണ്, എൻ്റെ വിവാഹമെല്ലാം ഉറപ്പിച്ച് വെച്ചേക്കായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ശരീരത്തിനകത്ത് വലിയ പ്രയാസം. പല ഹോസ്പിറ്റലിലും പോയി. ഡോക്ടർമാർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ടെസ്റ്റിലെല്ലാം ഓക്കെയാണ്. അവസാനം എറണാകുളത്ത് ലേക്ഷോർ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോഴാണ് ഭയാനകമായ രോഗമാണ്, മരണകരമായ രോഗം. അവരാകെ ഭയപ്പെട്ടു പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് അന്ന് വീട്ടിൽ വരിക. അന്ന് രാത്രി അവരുടെ ചർച്ചിൻ്റെ കൺവെൻഷൻ, അവിടെ ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പം പറഞ്ഞു, മോളെ നമുക്ക് യോഗത്തിന് പോവാം. അവൾ കരഞ്ഞോണ്ട് പറഞ്ഞു, അപ്പം ഇത്രയും നാൾ കർത്താവിനെ സേവിച്ചിട്ട് ഇതായില്ലോ, ഞാൻ ഇനി വരുന്നില്ല. എൻ്റെ പപ്പ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? മോളെ, നമ്മൾ സേവിക്കുന്ന ദൈവം ചത്ത ദൈവം അല്ല. ഡോക്ടർമാർ നോ പറഞ്ഞാലും അതിനെ മാറ്റാൻ കഴിവുള്ള ദൈവത്തെ അല്ലേ നമ്മൾ സേവിക്കുന്നേ. നമ്മുടെ സമൂഹത്തിൽ അത്ഭുതം നടക്കുന്ന പോലെ വേറെ എങ്ങും നടക്കത്തില്ല, നീ വാ. അങ്ങനെയാണ് ഈ കുട്ടിയെ വിളിച്ചോണ്ട് വരുന്നത്. അവസാനം കൈപൊക്കിയത് ഞാൻ പാർശ്വ പറഞ്ഞിട്ടല്ല, അപ്പം പറഞ്ഞിട്ടുമല്ല, ദൈവാത്മാവ് അവിടെ അകത്ത് പറഞ്ഞു കൈപൊക്കിയേക്കാൻ. എന്നിട്ട് പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല. പക്ഷെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ 1/2 മണിക്കൂറുണ്ട് കോതമംഗലത്ത് ആ കൺവെൻഷൻ നടക്കുന്ന ഗ്രൗണ്ടിൽ നിന്ന് വീട്ടിലോട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പനപ്പുറത്തും ഡ്രൈവ് ചെയ്യാൻ ഈ കുട്ടിയുടെ ശരീരത്തിൽ ഷോക്ക് അടിക്കുന്ന ഒരു അനുഭവം. അപ്പനോട് പറഞ്ഞു, അപ്പേ എനിക്ക് എൻ്റെ ശരീരത്തിനകത്ത് ഈ ഷോക്ക് അടിക്കുന്ന എനിക്ക് തോന്നുകയാണ്. അപ്പം പറഞ്ഞ, മോളെ, ദൈവം നിന്നെ തൊടുക. പുറകിൽ അമ്മ ഇരിക്കുകയാണ്. അമ്മ കൈയടിച്ച് ആരാധിക്കാൻ തുടങ്ങിയ കാറിനകത്ത് ഭയങ്കര ആരാധന. വീട്ടിൽ ചെന്ന് 1 മണിക്കൂർ കൂടെ പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. പിറ്റേന്ന് രാവിലെ ഫോഴ്സ്ഫുള്ളിലാണ് പോയി ലേക്ഷോറിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു രോഗം ഇല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലൊരു ദൈവപ്രവൃത്തി വേറെ ഏതെങ്കിലും ജാതിക്ക് പറയാനുണ്ടോ? കാണുക മാത്രമല്ലെന്നേ, തൊടാനും ചെയ്യാനുമുള്ള അധികാരമൊക്കെ ഉണ്ട്. തൊട്ടെന്നും പറഞ്ഞൊരു പ്രശ്നമില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മീറ്റിങ്ങിന് പോയിട്ട് തിരിച്ചു പോയപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനൊന്നും കയറി തൊടരുത്, തിരിച്ചടിക്കും. പക്ഷെ വചനം പറയുന്നത് ഇതൊന്നും നിനക്ക് ഹാനി വരുത്തത്തില്ലെന്ന. അപ്പം തൊടണം, പ്രാർത്ഥിക്കണം, സ്തോത്രം. ഇനി ചിന്തിക്കും, ഇങ്ങനെയൊക്കെ ദൈവം ചെയ്തു. ഇനി നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണേ, നമ്മളെങ്ങനെ റെസ്പോണ്ട് ചെയ്ത കർത്താവിനോട്? എത്ര ദിവസം പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങിയിട്ടുണ്ട്? എത്ര സമയങ്ങൾ കർത്താവ്, മോനെ 1 മണിക്കൂറൊന്നും ഏകാഗ്രഹം ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ ഏകാഗ്രമായിട്ട്. പക്ഷെ നമ്മൾ വാചക കസർത്ത് നടത്തും. പിന്നെ ഈ ഇവിടെ ദൈവമില്ലെന്ന് കാണിക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഇവിടെ ഷൈൻ ചെയ്യാൻ പ്രയാസമുണ്ടോ? കീബോർഡ് വായിക്കുന്ന അച്ഛന്മാരോട് ചോദിച്ചപ്പോൾ കീബോർഡ് വായിക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഒരു പാടുമില്ല, പഠിക്കുന്ന സമയത്തുള്ള പാടേ ഉള്ളൂ. ടിബിനോട് ചോദിച്ചാൽ പാടാൻ എന്നാ നിങ്ങൾ കൈയടിച്ച് കൊടുക്കുകയല്ലേ, അവനെന്താ പാടുന്നതിന് പ്രയാസം? അല്ല, പ്രസംഗിക്കുന്നതിന് പ്രയാസം പോലെ ഉണ്ടോ? ഒരു കുഴപ്പമില്ല, എനിക്ക് പേടി, സമയം തീരുന്നു, പാർശ്വ പുറത്ത് ഉടുപ്പേക്കരെ പിടിക്കുമെന്നുള്ള പേടിയുള്ളൂ. അല്ലാതെ നിങ്ങൾ എന്നെ കല്ലെറിയത്തൊന്നുമില്ലല്ലോ. പ്രസംഗിക്കാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ ആവേശമാണ്. പക്ഷേ കത്തുന്നത് ഇവിടെ പ്രയാസമില്ലാത്ത കാര്യമാണ്. പക്ഷെ ആ മലയിലോട്ട് നോക്കണം. ഏലിയാവെന്ന് പറഞ്ഞൊരു മനുഷ്യൻ നിൽക്കുക. കീബോർഡ് വായിക്കാൻ ആളില്ല, പാട്ട് പാടാൻ ആളില്ല, പ്രസംഗിക്കാൻ ആളില്ല, ജയ് വിളിക്കാൻ ആളില്ല, കൂടെ നിൽക്കാൻ ആളില്ല. ബാലിന്റെ പ്രവാചകന്മാർ ചുറ്റും നിൽക്കുമ്പോൾ തൻ്റെ ഇടത്തൊരു പ്രഖ്യാപനം, ഞാൻ ദൈവത്തിന്റെ പൈതല. അതിന് പറ്റുമോ? ബാബേലിൽ ഒരു കൊട്ടാരത്തിൽ കുടിക്കാൻ ഇഷ്ടം പോലെ, കഴിക്കാൻ ഇഷ്ടം പോലെ, ആസ്വദിക്കാൻ ഇഷ്ടം പോലെ. പക്ഷെ 4 ചെറുപ്പക്കാർ മാറി നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇതുകൊണ്ട് ജീവിതം അശുദ്ധമാക്കത്തില്ല. അതാണ് റിയൽ ഷൈനിങ്. പക്ഷെ ഈ മണ്ടത്തരവും പരാജയമൊക്കെ, ചെറിയ പിന്മാറ്റമൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരും. വന്നിട്ടും തള്ളിയോ ദൈവം? കളഞ്ഞോ? എന്നാ ചവിട്ടിയോ? ഇന്ന് ഇവിടെ ഇരുന്ന് സ്തോത്രം പറയാൻ പറ്റുന്നില്ലേ? നമ്മുടെ കഴിവല്ല. ആ ഗലീല കടൽപ്പുറത്തൂടെ നടന്നു വന്ന യേശു ഇന്ന് നമ്മുടെ ഇടയിലും കടന്നു വന്നിട്ട് പറയാണ്, കുഞ്ഞേ, ഇനിയേലും എന്നെ സ്നേഹിക്കുക. ആ ചോദ്യം കണ്ടോ? ചോദ്യം എന്നാ? യോഹന്നാന്റെ മകനായ ശീമോനെ, എന്നോട് എനിക്ക് തോന്നി എന്നറിയോ, 1.5 അപ്പം മോനോട് ചോദിക്കുന്നതല്ല. കാര്യം കഴിഞ്ഞ 3.5 വർഷം അപ്പൻ്റെ സ്ഥാനമായിരുന്നല്ലോ, കൈവെള്ളം കൊണ്ടു കിടക്കുമല്ലായിരുന്നു. ഇവൻ തിരിച്ചു പണി കൊടുത്തു എന്നത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഈ 3.5 വർഷം അപ്പൻ കൊണ്ടു കിടക്കുന്ന പോലെ കൊണ്ടു കിടക്കും. ഞാൻ ചിന്തിച്ചു, സത്യം പറയാതെ എന്നാ ചോദ്യം, ഇവന്റെ സ്നേഹമൊക്കെ കൃത്യമായിട്ട് അപ്പൻ അറിയാമല്ലോ, യേശുവിന് അറിയാമല്ലോ, പിന്നെന്തിനാ? എനിക്ക് മനസ്സിലായ കാര്യം അറിയാം, എൻ്റെ കുഞ്ഞിന് 7 വയസ്സുണ്ട്. അനിത സിസ്റ്റർക്കും ബെൻസിക്കൊക്കെ അറിയാം, 7 വയസ്സ്. ഞാനിവളോട് ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ള ചോദ്യം എന്നാണെന്നറിയാം, അപ്പയോട് സ്നേഹം ഉണ്ടോന്നാണ്. അപ്പയെ സ്നേഹം അപ്പോൾ പറയും, അയ്യോ പിന്നെ എന്തോ സ്നേഹം, ഭയങ്കര സ്നേഹം, ആക്ഷനൊക്കെ കാണിക്കും.
പക്ഷെ ഈ അടുത്ത കാലത്ത് ചോദിക്കുമ്പോൾ തിരിച്ചു ചോദിക്കും, അപ്പയ്ക്ക് വട്ടുണ്ടോ? കാര്യം വയസ്സ് 7 അപ്പോൾ അവൾ ചോദിക്കുന്ന മനസ്സിൽ പറയുന്ന കാര്യം എന്താണെന്നറിയാം, അപ്പ എന്തോ ചോദിച്ചേ, എൻ്റെ അപ്പയല്ലേ, അപ്പയുടെ കുഞ്ഞല്ലേ ഞാൻ, എനിക്ക് അപ്പയോട് സ്നേഹമില്ലാതിരിക്കുമോ? പക്ഷെ ഞാൻ അതിന് ഉത്തരം പറയുന്നില്ലെങ്കിലും എൻ്റെ മനസ്സിലൊരു ഉത്തരവുണ്ട്. എന്നാന്നറിയാം, മോളെ, അപ്പയോട് കുഞ്ഞിന് സ്നേഹമുണ്ടെന്ന് അപ്പയ്ക്ക് അറിയാം, പക്ഷെ കുഞ്ഞിൻ്റെ വായിന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. സത്യം പറഞ്ഞാലേ ഇവിടെ വന്ന് ടിബിനെ നമ്മൾ വിളിക്കുന്ന എൻ്റെ ഒരു കുഞ്ഞനുജനെ പോലെ, അതുകൊണ്ടാണ് അവൻ തുള്ളിച്ചാടി ആരാധിച്ചു. ഇവിടെ പലരും കൈയടിച്ച് ആരാധിച്ചു. ചിലർ ചോദിക്കത്തില്ലേ, എന്തിനാ ഇത്രയും ബഹളം എന്താന്ന് ചോദിച്ചാൽ അപ്പന് മക്കൾ കൊടുക്കുന്നത് ആരാധന. അത് ചിലപ്പോൾ കയ്യടിയായിരിക്കും, ചിലപ്പോൾ കണ്ണീരായിരിക്കും, ചിലപ്പോൾ തുള്ളിച്ചാടും, ചിലപ്പോൾ ബഹളം ഉണ്ടാക്കും. അത് അപ്പനോട് കുഞ്ഞിനുള്ള സ്നേഹമല്ലേ, അത് നീ എന്തിനാ ചോദ്യം ചെയ്യുന്നേ? പക്ഷെ ചിലയിടത്തുണ്ടല്ലോ ഈ അപ്പനും മോനും ഉണ്ട്. അപ്പനും മോനാന്നാ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, ഇവിടെ ഇല്ല അപ്പനും മോനും, പക്ഷെ മിണ്ടത്തില്ല. ഞങ്ങളുടെ നാട്ടിലൊരു അപ്പനുണ്ട്, എപ്പോഴും ചെറിയ പ്രായത്തിലെ കാര്യമാണ് പറയുന്നത്. എപ്പോൾ കേട്ട ഠാ 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 ഇതേ കേൾക്കാനുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിയാൻ സമയത്തില്ല, ഇങ്ങോട്ട് തിരിയാൻ സമയത്തില്ല, നല്ല പുളിക്കമ്പ് വെച്ചാൽ ആട്ടിക്കുന്നത്. അപ്പം ഞങ്ങളന്ന് അപ്പനോട് പറഞ്ഞു, എന്തുവാ? അപ്പം പറയും, സ്നേഹ ഉള്ളില, പുറമേ കാണിക്കാൻ പാടില്ല. പക്ഷെ ഇപ്പം ഞങ്ങൾ പിള്ളേർ വളർന്നു, ഇപ്പം പുള്ളിക്ക് അടികൊള്ളായിരിക്കാൻ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം ഈ അപ്പനോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആദരത്തിൽ നിന്ന് വരണം എന്ന് ഇവിടുന്ന് സ്തോത്രം പറയാനും കരയാനും. ഞങ്ങളുടെ പ്രിയ സിസ്റ്ററൊക്കെ പാലക്കാടുകാരാണ്. പാലക്കാട് ഞാനൊരു ക്യാമ്പിന് പോകുമ്പോൾ ഞാൻ നോക്കുമ്പോഴുണ്ടല്ലോ, ഒരു മുമ്പിലിരുന്നൊരു പെൺകുട്ടി ഈ കർത്താവിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ കണ്ണ് നിറഞ്ഞ് കരയാണ്. കഴിഞ്ഞപ്പോൾ കാണാം, പ്രസംഗിക്കുന്നതിനിടയിൽ പൊട്ടി അങ്ങ് കരഞ്ഞു ഈ കൊച്ച്. യോഗം കഴിഞ്ഞപ്പോൾ മുമ്പോട്ട് വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ വ്യക്തിപരമായിട്ട് ചോദിച്ചു, മോളെന്തിനാ കരയുന്നേ? എന്താ പറയുക, 2.5 വർഷം മുമ്പാണ് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് MBBS 3rd year പഠിക്കുകയാണ് കുട്ടി. തബീത എന്നവിടെ പേര്. എന്നോട് പറയാൻ 2.5 വർഷമായി ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അന്ന് തൊട്ട് എപ്പോൾ അകത്ത് വന്നാലും യേശു എന്ന് കേൾക്കുമ്പോൾ കരയുന്നു. ഈ തലമുറയിലും അങ്ങനെയുള്ള ചെറുപ്പക്കാരുണ്ട്. എല്ലാവരും ഒന്നും കുഴപ്പക്കാരൊന്നും അല്ല. അകത്ത് വരുമ്പോഴത്തേന് യേശു എന്ന് കേൾക്കുമ്പോൾ കണ്ണീന്ന് കുടുകുടാ കണ്ണീര് വീടുന്ന ചെറുപ്പക്കാർ ഈ തലമുറയിലും ഉണ്ടെന്നേ. പിന്നെ മക്കളായതിൻ്റെ ഗുണമാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരുടെ പിള്ളേരോ പിന്നെ നാട്ടുകാരുടെ പിള്ളേരോ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഞാനെങ്ങാണം ആയിരിക്കണമായിരുന്നു. ഇയാളിത് നോക്കിക്കൊണ്ടിരിക്കുന്നല്ലോ. പക്ഷെ എനിക്ക് കൊച്ചുണ്ടായപ്പോൾ മനസ്സിലായി, നടക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മുടെ കൊച്ച നമ്മൾ വിചാരിക്കും എടുത്തങ്ങ് എറിഞ്ഞാലെന്താ ഇയാൾക്ക്, നമ്മൾ എറിയത്തില്ല. നമ്മുടെ കൊച്ചായിപ്പോൾ അത് നാട്ടുകാരൻ്റെ കൊച്ചായോടെ അത് തോന്നുന്നതാണ്. ഈ പത്രോസിനോട് കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, പത്രോസേ, ഗോതമ്പ് പാറ്റുന്ന പോലെ നിന്നെ പാറ്റാൻ പിശാച് എത്ര വട്ടം ആലോചന ചോദിച്ചാന്നറിയോ? പക്ഷെ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ നിന്നെ കൊടുത്തില്ല. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവരെ, ഇതിനകത്തിരുന്ന് ആരോഗ്യത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നെങ്കിൽ ചെയ്ത നന്മയുടെ ഫലമല്ല, നീ മോളായോണ്ടാ തകർക്കാൻ സമ്മതിക്കാതെ ചേർത്ത് പിടിച്ച ദൈവത്തിൻ്റെ ദയ ഓർത്ത് ഒന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്യുക. ദൃഷ്ടി വെക്കാൻ പോലും കർത്താവ് സമ്മതിച്ചില്ലല്ലോ. മക്കളായോണ്ടാ ഈ അവകാശം മുഴുവനും കർത്താവ് നൽകി. സ്തോത്രം. ഞാൻ പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് ഒരു അപ്പം മോനോട് ചോദിക്കുന്ന പോലെ, 2 ഈ ചോദിച്ച ആളാരാ? സർവശക്തനായ സർവവ്യാപിയായ സർവജരാജ്യത്തിൻ്റെ ഉടയവനായ സർവശക്തൻ്റെ ദൈവപുത്രനായ ക്രിസ്തു ഒരു സാധുവായ പത്രോസിനോട് ചോദിക്കാൻ എന്നെ ഇഷ്ടമൊന്നും. അതൊരു ചോദ്യമല്ലേ? ഈ പത്രോസ് ആരാ? കർത്താവ് വിളിച്ചപ്പോൾ ചാടി ഇറങ്ങി. 10 ദിവസം കഴിഞ്ഞപ്പോൾ ചോദിച്ചാൽ എനിക്ക് എന്താ കിട്ടുമെന്ന്. ഈ വെള്ളം കണ്ടപ്പോൾ കടലിൽ കൂടെ കർത്താവ് കിടക്കുന്നപ്പോൾ ഞാനും ചാടട്ടെ? കർത്താവ് പറഞ്ഞു പാ, ചാടിയപ്പോൾ നാട് മുങ്ങുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിനക്ക് വേണ്ടി ചാവൂന്ന് പറഞ്ഞു ഇവൻ ആദ്യം ഓടിയത്. ഇതാണ് പത്രോസ്. പക്ഷെ കർത്താവോ ഒരു തിന്മയെങ്കിലും കാണിച്ചോ? ഇത്രയും വലിയവനായ കർത്താവ് ഒന്നുമില്ലാത്ത ഈ ചെറിയ പത്രോസിനോട് ചോദിക്കാണ് എന്നെ ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഇപ്പം ബെൻസിയോട് ഞാൻ ചോദിക്കാൻ എന്നെ ഇഷ്ടമാണെന്ന് വലിയ അത്ഭുതമാണ്. ഞങ്ങൾ തരക്കാരാണ്. പക്ഷെ പിണറായി വിജയൻ ചോദിച്ചാലോ ഞാൻ അന്ന് ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇടും,
കാര്യം എന്നെ അയ്യോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സാധുവ എന്നോട് ചോദിക്കുകയാണ്, എന്നെ ഇഷ്ടമാണ്. ഇവിടെ ഇരിക്കുമ്പോഴുണ്ടല്ലോ, ദുബായ് ഷെയ്ഖ് ചോദിച്ചതിനേക്കാളും ഗൗരവം നമ്മളിതിന് കൊടുക്കണം. ചോദിച്ചത് സർവചരാചരത്തിൻ്റെ ഉടയവനായ നമ്മുടെ തമ്പുരാനാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു മിഷണറിയുടെ മോനാ. ഞാൻ അതിൻ്റെ പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം ഒത്തിരി അനുഭവിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ കർത്താവിന് പിടികൊടുക്കത്തില്ല. അപ്പം എൻ്റെ മനസ്സിൽ അറിയോ, ഞാനില്ലെങ്കിൽ കർത്താവ് എന്തോ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഒരു യോഗത്തിലിരുന്നപ്പം ഒരു ദൂത് പറയാണ്, മോനെ, ഒരു യൂതയ്ക്ക് കർത്താവിനെ വേണ്ടെങ്കിൽ മറ്റൊരു യൂതയുടെ കയ്യിൽ തൂലിക കൊടുത്ത് എഴുതിക്കാൻ കർത്താവിന് പറ്റും. ഒരു ശൗലിന് കർത്താവിനെ വേണ്ടെങ്കിൽ മറ്റൊരു ശൗലിനെ എഴുന്നേൽപ്പിച്ച് പ്രസംഗിക്കാൻ കർത്താവിന് പറ്റും. ഒരു ശീമോൻ കർത്താവിനെ തള്ളി പറഞ്ഞാൽ ആർക്കും വേണ്ടാത്തൊരു ശീമോനെ വയലിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് കൂശി ചുമപ്പിക്കും. നഷ്ടമാകുന്നത് നിനക്കായിരിക്കും. ഞാൻ കരവുയർത്തി ആമേൻ പറഞ്ഞു, കർത്താവേ, ഇതിലും വലിയൊരു ഭാഗ്യം എനിക്ക് വേണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സേവിക്കുന്നത് ഒരു സാധാരണക്കാരനെ അല്ല, നമ്മുടെ കയ്യെ പിടിച്ചിരിക്കുന്ന അവനേക്കാൾ വലിയ ഒരുവൻ ഇല്ല. ആ വലിയവനാ നമ്മുടെ കയ്യിൽ ഇന്ന് പകൽ രാത്രി പിടിച്ചിരിക്കുന്നേ. എൻ്റെ മനസ്സിനെ കരയിച്ചൊരു ദൂത്, അത് മാത്രം പറഞ്ഞിട്ട് സമയം തീർന്നെന്ന് എനിക്കറിയാം, ഞാൻ നിർത്താം. 21-15 വാക്യം, അവർ പ്രാതൽ കഴിച്ച ശേഷം, അതാ ഞാൻ കുറിവാക്യം വായിപ്പിച്ചതിനെന്നറിയാം, കേൾക്കണം. സത്യം പറഞ്ഞാലേ, പണ്ട് വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് പറഞ്ഞല്ലേ, ഇനി മീൻപിടുത്തം അല്ല കുഞ്ഞേ പണി, ഇനി പണി മനുഷ്യരെ പിടിക്കുന്നവരാക്കി, ഇനി അങ്ങോട്ട് പോവല്ലേ എന്ന് പറഞ്ഞല്ലേ വിളിച്ചോണ്ട് വന്നേ. ഇപ്പം എവിടെ ഇരിപ്പുണ്ട്? ആ പഴയ പണിക്ക് പോയി, അവിടെ നിൽക്കട്ടെ. അല്ല, പോയിട്ട് കർത്താവിനെ തള്ളി പറഞ്ഞങ്ങ് പോയിട്ട് വല്ല ഗുണമുണ്ടായോ? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, പണി കിട്ടി. ഞാനായിരുന്നേലോ, എൻ്റെ കാര്യം പറഞ്ഞ കുഴപ്പമില്ല, നിങ്ങളെ പറഞ്ഞ കുഴപ്പമാണ്. എന്നെ പറയാം, ഞാൻ പറയും അങ്ങനെ തന്നെ വേണം. എനിക്കിട്ട് പണിഞ്ഞിട്ട് പോയല്ലേ, അനുഭവിക്കട്ടെ. അല്ല, നമ്മളൊക്കെ അങ്ങനെയൊക്കെ പറയൂ, ഞാൻ അങ്ങനെ പറയും. അല്ല, ഇനി അങ്ങ് ഇച്ചിരി കരുണയുള്ളവരാണെങ്കിൽ അവിടെ ചെന്നിട്ട് പറയും, എടാ, എന്നെ വിട്ടു പോയാൽ എല്ലാം ഇതാ, ഞാനാണ് ഏറ്റവും ബെസ്റ്റ് ബോസ്, ബാ എൻ്റെ കൂടെ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ കർത്താവിൻ്റെ സ്നേഹം എന്നറിയോ? കർത്താവിനെ തള്ളിപ്പറഞ്ഞു പോയി, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ തകർന്ന് തരിപ്പിടമായിട്ടിരിക്കുമ്പോൾ അവിടേക്ക് കടന്നു ചെന്നിട്ട് നഷ്ടപ്പെട്ടതിൻ്റെ കൂടെ ഒരു കുത്തൂടെ കൊടുക്കാതെ, ഒരു വാക്കുകൊണ്ട് പോലും കുറ്റപ്പെടുത്താതെ, ഒരു വേദന പോലും അകത്ത് സൃഷ്ടിക്കാതെ, നഷ്ടപ്പെട്ടത് എന്തോ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് കിട്ടാത്തത് മുഴുവൻ വയർ നിറച്ചു കൊടുത്ത്, വല നിറച്ചു കൊടുത്ത്, വള്ളം നിറച്ചു കൊടുത്തിട്ട്, ഒട്ടിയ വയറുമായിട്ട് കയറി വരുമ്പോൾ കഴിക്കാൻ ആഹാരവും കൊടുത്തിട്ട് തൃപ്തിയായപ്പോ ചോദിച്ചു, ഇനിയേലും ഈ മ്യൂസിക്കൽ നൈറ്റ് അവസാനിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ആരെയും ദൈവം വെറുതെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല. ഭൗതികമല്ല വിഷയമെങ്കിലും ഭൗതികമെല്ലാം തന്നവരായി ഇതിനകത്തിരിക്കുന്നത്. UAE കാലുകുത്തുമ്പോ എങ്ങനെ ജീവിക്കണമെന്ന് അറിയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാം നിറച്ച് തന്നു, ഒരു സംശയവും വേണ്ട. തലമുറകളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് ചിന്തിച്ച സമയങ്ങളുണ്ട്. എല്ലാം തന്നവരായി ഇതിനകത്തിരിക്കുന്നത്. എന്നാൽ കർത്താവ് ഇത്രത്തോളം തന്നിരിക്കുമ്പോൾ ഈ യോഗത്തിനെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണം. അപ്പാ, അല്പമെങ്കിലും നിന്നെ ഒന്ന് സ്നേഹിക്കാൻ എൻ്റെ ജീവിതത്തെ ഞാനൊന്ന് സമർപ്പിക്കുകയാണ്. പറ്റുമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മൾ പറഞ്ഞ് നിർത്തുകയാണ്. പക്ഷേ ഈ അവസാന സമയങ്ങളൊരു ഡിസിഷൻ നമ്മൾ എടുത്തില്ലെങ്കിൽ ആ കർത്താവിൻ്റെ സ്നേഹം ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. മുമ്പോട്ട് വരാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹം ഇതിനകത്ത് ശക്തമായിട്ട് വ്യാപരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്രയും നന്മ തന്നത് എന്തിനാണെന്നറിയാം? ദൈവത്തെ സേവിക്കാൻ. നീ ശ്രദ്ധിക്കണം, അങ്ങനെ സ്നേഹിക്കുന്നതുകൊണ്ട് എന്തോ ഗുണമുണ്ടാവും. വീടുകാരൊക്കെ അവിടെ നിൽക്കട്ടെ, ദൈവം നിനക്കൊരു വെളിപ്പാട് തരും. ദൈവം സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് നിനക്ക് തരും. ചിലതിനെ അഴിക്കാനും ചിലതിനെ കെട്ടാനുമുള്ള അഭിഷേകം സ്വർഗം പകരും. നിനക്ക് ഒരു തേജസ് കാണാനുള്ള ഭാഗ്യം കർത്താവ് തരും. നിന്റെ അധരത്തിൽ ദൈവം പുതിയ ഭാഷകൾ തരും. നിന്റെ നിഴല് തട്ടിയ രോഗി സൗഖ്യമാകത്തക്ക രീതിയിൽ ആത്മാവിന്റെ നിയോഗം സ്വർഗം പകരും. ഇനി ഒരു കൺസിസ്റ്റന്റ് ആയ ക്രിസ്ത്യൻ ലൈഫ് നിനക്ക് തരും. ക്രൂശിക്കുന്നെങ്കിൽ തലകീഴായിട്ട് ക്രൂശിച്ചോ എന്ന് പറയത്തക്ക രീതിയിൽ ഒരു ധൈര്യം ദൈവം തരും. ആ ഒരു കൂട്ടത്തിലേക്ക് നമ്മളൊക്കെ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ യൂട്യൂബ് നോക്കുമ്പോൾ കാണാം, ലിബിയയിലെ ഒരു 10-12 ചെറുപ്പക്കാര് കൊല്ലാൻ നിർത്തിയിരിക്കുകയാണ്. നിരത്തി, കുറച്ച് നാളത്തെ മുമ്പുള്ളതാണ്, നിരത്തി നിർത്തിയിരിക്കുകയാണ്.
തോക്കും കൊണ്ട് IS തീവ്രവാദികൾ പുറയിലിങ്ങനെ നിൽക്കുകയാണ്. ആ സമയം ഞാൻ നോക്കുമ്പോൾ കാണാം, തല അല്പം പോലും കുനിക്കാതെ തല നേരെ വെച്ചിട്ട് തന്റെ ഇടത്തോടെ മരിക്കുന്നു. മരണത്തിന് മുമ്പിൽ വിറയ്ക്കാതെ സന്തോഷത്തോടെ മരണം പോകാൻ കഴിയുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അത് യേശുവിന്റെ മാർഗം മാത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ആ സ്നേഹം നിങ്ങളുടെ അകത്ത് ഭരിക്കുന്നെങ്കിൽ കരയാൻ കഴിയുന്നവർ കരയുക, സ്തോത്രം പറയാൻ കഴിയുന്നവർ സ്തോത്രം പറയുക, അന്യഭാഷ പറയാൻ കഴിയുന്നവർ അന്യഭാഷ പറയുക. അപ്പനോടുള്ള സ്നേഹം ഹൃദയത്തിനകത്ത് ഇന്ന് രാത്രി വ്യാപരിക്കുന്ന പ്രിയപ്പെട്ടവരാരും ഇതിനകത്ത് മൗനമായി നിൽക്കരുത്. ആത്മാവ് നിങ്ങൾക്ക് നിയോഗം തരുന്നത് പോലെ ഒന്ന് ദൈവത്തെ ഒന്ന് ആരാധിക്കുക. ഈ മ്യൂസിക്കൽ നൈറ്റ് അർത്ഥവത്തായ ഒരു രാത്രിയാകണം. നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു തീരുമാനം ഉണ്ടാകണം. കണ്ണുകൾ നിറഞ്ഞൊഴുകട്ടെ, അപ്പാ ഇത്രമാത്രം എന്നെ സ്നേഹിച്ചു. ഒരു തെറ്റുപോലും ചെയ്യാതെ ശരീരം മുഴുവൻ അടിച്ചുഴവുചാൽ പോലെ കീറി ഭാരമേറിയ മരക്കുരിശും തോളിൽ വഹിച്ചുകൊണ്ട് ഗോൽഗോഥാവ് വരെ നടന്നുപോയി. തലയിൽ മുൾക്കിരീടമണിഞ്ഞ് പിടഞ്ഞു 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 മരിച്ചത് എന്നോടുള്ള സ്നേഹ നിമിത്തമാണെങ്കിൽ എന്ത് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്? ഒരു പാട്ടിന്റെ ഇരടികൾ പാടും, ദൈവമേ നിൻ മഹാസ്നേഹം എന്തതിശയമേ എന്നുള്ള ആ പാട്ടിന്റെ ഇരടികൾ നമ്മൾ ഒരുമിച്ച് പാടി ശാന്തമായിട്ടാണ് നമ്മൾ പാടും. നമ്മൾ ഈ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. ആ വരികളൊന്ന് പാടും. ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വേദം ആർക്കു ഗ്രഹിച്ചറിയാം, ആവതില്ലേ അതിൻ ആഴമളന്നിടാൻ എത്ര ബഹുലമത് ആവതില്ലേ അതിൻ ആഴമളന്നിടാൻ എത്ര ബഹുലമത്. ചേർന്ന് പാടാം. എന്തതിശയമേ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ ഇത്രത്തോളം സഹായിച്ചു.